പ്രിയപ്പെട്ട കുട്ടികളെ, സർഫസ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്ക് എടുക്കുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ കൊളോയിഡിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇന്ന് നമ്മൾ കൊളോയിഡിന്റെ പുതിയൊരു ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. ഇവിടെ ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് കൊളോയിഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് എങ്ങനെ കൊളോയിഡിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഇന്ററാക്ഷന്റെ ബേസിൽ കൊളോയിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇന്ററാക്ഷന്റെ ബേസിൽ കൊളോയിഡിനെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് കൊളോയിഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ലയോഫിലിക് കൊളോയിഡ്സ്. എന്താണ് ലയോഫിലിക് കൊളോയിഡ്? രണ്ടാമത്തത് ലയോഫോബിക് കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ കൊളോയിഡിനെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും മീഡിയത്തിന്റെയും ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലയോഫിലിക് കൊളോയിഡും ലയോഫോബിക് കൊളോയിഡും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ്? ലയോഫിലിക് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം, ലയോ മീൻസ് സോൾവെന്റ്, ഫിലിക് മീൻസ് ലവിങ്. നിങ്ങൾക്കറിയാം. അപ്പൊ ലയോഫിലിക് മീൻസ് സോൾവെന്റ് ലവിങ് അല്ലേ? അതായത് ഡിസ്പേഴ്സ്ഡ് മീഡിയത്തോട് ഇന്ററാക്ഷൻ വളരെ കൂടുതലായിരിക്കും, വളരെ സ്ട്രോങ് ആയ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് ലയോഫിലിക് കൊളോയിഡ്സ്. അപ്പോൾ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിനെ നമുക്ക് ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയാം അല്ലേ? ഇവിടെ ഇങ്ങനെയുള്ള കൊളോയിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പേഴ്സ്ഡ് ഫേസ് എടുത്ത് അതിലേക്ക് മീഡിയം ജസ്റ്റ് മിക്സ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. കാരണം അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് എടുത്ത് അതിലേക്ക് മീഡിയം ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ, പാർട്ടിക്കിൾസ് എടുത്ത് അതിലേക്ക് നമ്മൾ സോൾവെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് ജസ്റ്റ് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിന്റെ കേസിൽ എന്താണ്? കൊളോയിഡൽ സോൾസ് ഡയറക്ട്ലി ഫോംഡ് ബൈ മിക്സിംഗ് സബ്സ്റ്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഡിസ്പേഴ്സ്ഡ് മീഡിയം അല്ലേ? ഇപ്പോൾ സ്റ്റാർ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ സ്റ്റാർച്ച് പൗഡർ എടുത്ത് അതിലേക്ക് ജസ്റ്റ് വാട്ടർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ തന്നെ അത് എന്തായിട്ട് മാറി? സ്റ്റാർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൊളോയിഡ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ജസ്റ്റ് മിക്സിങ്ങിലൂടെ തന്നെ നമുക്കതിനെ കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിസ്പേർഷൻ മീഡിയത്തെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഡിസ്പേഴ്സ്ഡ് ഫേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അത് വാപ്പറൈസ് ചെയ്തിട്ട് അല്ലേ? സ്റ്റാർ സൊല്യൂഷൻ വെച്ച് നമ്മളതിനെ ചൂടാക്കി കഴിഞ്ഞാൽ, അതിനെ വാപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എന്ത് ചെയ്യും? വാപ്പറൈസ് ചെയ്ത് പോകും. സ്റ്റാർസിനെ നമുക്ക് എന്ത് ചെയ്യും? താഴെ കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പൊ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാനും, വാപ്പറൈസേഷൻ പോലെയുള്ള ഒരു ചെറിയ ഒരു ജസ്റ്റ് ഒരു പ്രോസസ്സിലൂടെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാപ്പറൈസ് ചെയ്തിട്ട് പോയി സെപ്പറേറ്റ് ആയ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും നമുക്ക് ജസ്റ്റ് വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? അത് വീണ്ടും കൊളോയിഡ് തന്നെയായിട്ട് മാറും അല്ലേ? അപ്പൊ സ്റ്റാർച്ച് സെപ്പറേറ്റ് ചെയ്ത സ്റ്റാർച്ചിനെയും വാപ്പറൈസ് ചെയ്ത് പോയ വാട്ടറിനെയും നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും എന്താക്കി? കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് മിക്സിങ്ങിലൂടെ കൊളോയിഡാക്കി മാറ്റാനും വാപ്പറൈസേഷനിലൂടെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന തരം കൊളോയിഡ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിക്കാം. എന്താണ്? റിവേഴ്സിബിൾ കൊളോയിഡ്സ്. ഓക്കെ, അപ്പൊ എന്താണ് ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the colloid in which the interaction between dispersed phase and medium is very strong അല്ലേ? അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് ലയോഫിലിക് കൊളോയിഡ്സ് അല്ലേ? ഇതിനെ നമ്മൾ റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്നും വിളിക്കുന്നു. എന്താ കാരണം? അത് ജസ്റ്റ് മിക്സിങ്ങിലൂടെ നമുക്ക് അതിനെ കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. വാപ്പറൈസേഷനിലൂടെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വീണ്ടും നമുക്ക് മിക്സ് ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്കിതിനെ റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ റിവേഴ്സിബിൾ കൊളോയിഡ്സ് അല്ലെങ്കിൽ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൂടിയതാണ്. കാരണം എന്താണ്? അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ കൂടുതൽ സ്റ്റേബിൾ ആയ കൊളോയിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് സൊല്യൂഷൻ.
ഓക്കെ, സ്റ്റാർ സൊല്യൂഷൻ, ഗമ്മ്, ജെലാറ്റിൻ ഇതെല്ലാം ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലയോഫിലിക് കൊളോയിഡ്? ഒന്നാമത്തെ ടൈപ്പ് കൊളോയിഡ് നമ്മൾ പഠിച്ചു. ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയ ടൈപ്പ് കൊളോയിഡ്സിന് പറയുന്ന പേരാണ് എന്താണ്? ലയോഫിലിക് കൊളോയിഡ്സ്. ലയോഫിലിക് എന്ന് പറയുന്ന ടേം തന്നെ, അതിന്റെ മീനിങ് തന്നെ സോൾവെന്റ് ലവിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്നും വിളിക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. അതിനെ വാപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? വീണ്ടും അത് മിക്സ് ചെയ്താൽ അത് വീണ്ടും കൊളോയിഡായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിക്കാം, അല്ലേ? കൂടുതൽ സ്റ്റേബിൾ ആയ കൊളോയിഡാണ് ലയോഫിലിക് കൊളോയിഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർ സൊല്യൂഷൻ, മഡി വാട്ടർ, അതുപോലെ ജെലാറ്റിൻ, ഗം. ഇതെല്ലാം എന്ത്? ലയോഫിലിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, ലയോഫോബിക് കൊളോയിഡ്സ്. ലയോഫോബിക് എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം ലിക്വിഡ് ഹേറ്റിംഗ് എന്നാണ്, സോൾവെന്റ് ഹേറ്റിംഗ്, അല്ലേ? ലയോ മീൻസ് സോൾവെന്റ്, ഫോബിക് മീൻസ് ഹേറ്റിംഗ്. അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും? ലയോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്, അല്ലേ? അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് ലയോഫോബിക് കൊളോയിഡ്സ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡിന് പറയുന്ന പേരാണ് ലയോഫോബിക് കൊളോയിഡ്സ്. ഇവിടെ ഈ കൊളോയിഡ്സിന് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ലയോഫിലിക്കിന്റെ കേസ് പറഞ്ഞു, അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. കാരണം അതിന് അവിടെ രണ്ട് കോമ്പണൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ മിക്സിങ്ങിലൂടെ നമുക്ക് കൊളോയിഡ്സിനെ ഫോം ചെയ്യിക്കാൻ പറ്റില്ല. Okay, but this colloidal salt cannot be prepared by simple mixing. കാരണം മീഡിയവും ഫേസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്താലൊന്നും അവിടെ കൊളോയിഡ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ ചില സ്പെഷ്യൽ മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ മെത്തേഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലയോഫോബിക് കൊളോയിഡ്സ് cannot be prepared by simple mixing. It can be prepared only by special methods. അത് ചില പ്രത്യേക മെത്തേഡുകൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ലയോഫിലിക് കൊളോയിഡ്സിന്റെ കേസിൽ അത് വളരെ സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇവിടെ കാരണം അവിടെ എന്താണ്? ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിൽ ദേ ആർ നോട്ട് സ്റ്റേബിൾ. അത് സ്റ്റേബിൾ അല്ല. പിന്നെ എന്താണ്? അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. പ്രസിപ്പിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതിലെ മീഡിയവും ഫേസും സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. ദേ ആർ നോട്ട് സ്റ്റേബിൾ ആൻഡ് ക്യാൻ ബി ഈസിലി പ്രസിപ്പിറ്റേറ്റഡ് ബൈ ഹീറ്റിംഗ് ഓർ ബൈ ഷേക്കിംഗ് ഓർ ബൈ ആഡിങ് ഇലക്ട്രോലൈറ്റ്. അപ്പം നമുക്കതിനെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അതിന് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പം അത് പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും സെപ്പറേറ്റ് ആകുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ? ദ കൊളോയിഡ് ഇൻ വിച്ച് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം, ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം ഈസ് വെരി വീക്ക്. അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ജസ്റ്റ് സിമ്പിൾ മിക്സിങ്ങിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ചില സ്പെഷ്യൽ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് അത് അൺസ്റ്റേബിൾ, അത് വളരെ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതിലൂടെയോ ഒക്കെ നമുക്കതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളത് വീണ്ടും അത് സെപ്പറേറ്റ് ചെയ്തു. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെ വീണ്ടും മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. വീണ്ടും മിക്സ് ചെയ്താൽ നമുക്ക് കൊളോയിഡൽ ഫോം തന്നെ തിരിച്ചു കിട്ടുമോ? ഇല്ല. എന്നാൽ ലയോഫിലിക്കിന്റെ കേസിൽ അങ്ങനെയായിരുന്നു. ലയോഫിലിക്കിന്റെ കേസിൽ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്താൽ തന്നെ അത് കൊളോയിഡായിട്ട് മാറും. ഇനി അതിന് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും കൊളോയിഡായിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചു ഇവിടെ ലയോഫിലിക്കിൽ. അതുകൊണ്ട് അതിനെ നമ്മൾ റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുന്നതിലൂടെ ഒന്നും നമുക്ക് കൊളോയിഡാക്കി മാറ്റാൻ പറ്റില്ല. ചില സ്പെഷ്യൽ മെത്തേഡിലൂടെയാണ് നമ്മൾ കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ അത് വളരെ അൺസ്റ്റേബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്താലൊക്കെ അത് എന്തായിട്ട് മാറും, പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. എന്നാൽ വീണ്ടും അതിനെ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താകുന്നില്ല, അത് കൊളോയിഡായിട്ട് മാറുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കതിനെ എന്ത് വിളിക്കാം? ഇറിവേഴ്സിബിൾ കൊളോയിഡ്സ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സോൾ എന്ന് വിളിക്കാം. അപ്പൊ ലയോഫോബിക് സോളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറിവേഴ്സിബിൾ സോൾ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് മെറ്റൽ സോൾസ്. ഗോൾഡ് സോള്, സിൽവർ സോള്, അങ്ങനെയുള്ള മെറ്റൽ സോളുകളൊക്കെ ലയോഫോബിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ സൾഫർ സോള്, ആർസനിക് സൾഫൈഡ് സോള്, ഇതൊക്കെ ലയോഫോബിക് കൊളോയിഡ്സിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലയോഫിലിക് കൊളോയിഡ്, എന്താണ് ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പഠിച്ചില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലയോഫിലിക് കൊളോയിഡ് എന്താണ്, അതിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ ലയോഫോബിക് കൊളോയിഡ് എന്താണ്, അതിന് എക്സാമ്പിൾ, അല്ലെങ്കിൽ ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് തമ്മിലുള്ള ഒരുപാട് ഡിഫറൻസുകൾ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തത് അത് നോക്കാം. എന്താണ് ലയോഫിലിക് കൊളോയിഡും ലയോഫോബിക് കൊളോയിഡും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഡിഫറൻസ് തന്നെ എന്താണ്? ലയോഫിലിക് കൊളോയിഡിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ് അല്ലെ? ലയോഫിലിക് കൊളോയിഡ്സിൽ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം ഈസ് സ്ട്രോങ്. എന്നാൽ ലയോഫോബിക്കിലോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം ഈസ് വീക്കർ അല്ലെ? അതാണ് ലയോഫോബിക്കിന്റെ കേസിൽ. ഇനി ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്. ലയോഫോബിക് ഇറിവേഴ്സിബിൾ ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ലയോഫിലിക്കിന്റെ കേസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് മിക്സ് ചെയ്താൽ തന്നെ അത് അവിടെ സോൾവേഷൻ കൂടുതലാണ് അല്ലേ? പെട്ടെന്ന് ആ മീഡിയത്തിൽ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു അല്ലേ? അതിന് സോൾവേഷൻ കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം പാർട്ടിക്കിൾസ് ആർ ഈസിലി സോൾവേറ്റഡ്. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിൽ ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വീക്ക്ലി സോൾവേറ്റഡ്. ഓക്കെ, particles are weakly solvated in the case of lyophobic soul. Okay, അപ്പൊ ലയോഫിലിക്കിന്റെ കേസിൽ particles are easily solvated, ലയോഫോബിക്കിന്റെ കേസിൽ they are weakly solvated. ഓക്കെ, ഇനി ലയോഫിലിക്കിന്റെ കേസിൽ അവിടെ മീഡിയവും ഫേസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ദ പാർട്ടിക്കിൾസ് കനോട്ട് ബി റെഡിലി ഡിറ്റക്റ്റഡ് ഇൻ ആൻ അൾട്രാ മൈക്രോസ്കോപ്പ് അല്ലേ? മീഡിയവും ഫേസും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനെ നമുക്ക് ഒരു അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ? ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക് സോൾ ദ പാർട്ടിക്കിൾസ് കനോട്ട് ബി റെഡിലി ഡിറ്റക്റ്റഡ് ഇൻ ദ അൾട്രാ മൈക്രോസ്കോപ്പ്. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിലോ ഈസിലി ഡിറ്റക്റ്റഡ് ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ലയോഫോബിക്കിൽ കാരണം മീഡിയവും ഫേസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ സ്പെഷ്യൽ മെത്തേഡിലൂടെയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈസിലി ഡിറ്റക്റ്റഡ് ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ് അവിടെ വീക്ക്ലി സോൾവേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ലയോഫിലിക്കിന്റെ കേസിൽ സർഫസ് ടെൻഷൻ ഈസ് ജനറലി ലോവർ ദാൻ ഡിസ്പേർഷൻ മീഡിയം. വഴി നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്ക് സോപ്പ് സൊല്യൂഷൻ എടുക്കാം. സോപ്പ് വെള്ളം അതൊരു ലയോഫിലിക് സോളാണ്. ഓക്കെ, അപ്പം അവിടെ ഈ സോപ്പ് വെള്ളത്തിൽ അതിൻ്റെ സർഫസ് ടെൻഷൻ, അതിൻ്റെ ഡിസ്പേർഷൻ മീഡിയം എന്താണ്? വെള്ളമല്ലേ? അപ്പോൾ വെള്ളത്തിനേക്കാളും അതിൻ്റെ സർഫസ് ടെൻഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സോപ്പ് വാട്ടർ എന്ന് പറഞ്ഞൊരു ലയോഫിലിക് സോളാണ്. അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ അതിൽ സോപ്പ് വെള്ളത്തിനാണോ വാട്ടറിനാണോ സർഫസ് ടെൻഷൻ കൂടുതലുള്ളത്? വാട്ടറിനാണ് സർഫസ് ടെൻഷൻ കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ ഈസ് ജനറലി ലോവർ ദാൻ ഡിസ്പേർഷൻ മീഡിയം. ലയോഫിലിക് സോളിന്റെ കേസിൽ അതിന്റെ മീഡിയത്തിനേക്കാൾ സർഫസ് ടെൻഷൻ അതിന് കുറവായിരിക്കും. പക്ഷേ ലയോഫോബിക്കിന്റെ കേസിലോ സർഫസ് ടെൻഷൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ലയോഫോബിക് സോളിനും അതിൻ്റെ മീഡിയത്തിനൊക്കെ എന്തായിരിക്കും? സർഫസ് ടെൻഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി വിസ്കോസിറ്റിയുടെ കേസ്, നമുക്ക് സോപ്പ് വെള്ളത്തിന്റെ കേസ് തന്നെ എടുക്കാം. സോപ്പ് വെള്ളത്തിന് വിസ്കോസിറ്റി എന്തായിരിക്കും? അത് വിസ്കസ് ആണ് അല്ലേ? വിസ്കോസിറ്റി വാട്ടറിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം വിസ്കോസിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം. അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിനേക്കാളും വിസ്കോസിറ്റി ലയോഫിലിക് സോളിന് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിൽ മീഡിയത്തിനും അതിനൊക്കെ വിസ്കോസിറ്റി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. വിസ്കോസിറ്റി ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം.
ഓക്കെ. ഇനി ലയോഫിലിക് സോളിന്റെ കേസിൽ അത് ഹൈലി സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലൊന്നും അത് എന്താകുന്നില്ല, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നില്ല. നമുക്കതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിൽ അത് എന്താണ്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും അത് എന്തായി മാറുന്നു, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഫേസും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയാം, സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഹാവ് ലിറ്റിൽ എഫക്ട് ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക് സോൾ, അല്ലേ, ബട്ട് ലാർജ് എമൗണ്ട് മേ കോസ് സോൾട്ടിങ് ഔട്ട്, അല്ലേ. കൂടുതൽ അളവ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ലയോഫോബിക്കിന്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഇലക്ട്രോലൈറ്റ് കോസ് പ്രസിപ്പിറ്റേഷൻ. കുറഞ്ഞ അളവ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ തന്നെ അത് ഓൾറെഡി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും അത് എന്ത് ചെയ്യുന്നു, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പോൾ ഇത് എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലയോഫിലിക് സോളും ലയോഫോബിക് സോളും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലേ. ഒന്നുകൂടെ പറയാം, ലയോഫിലിക് സോളിന്റെ കേസിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഫേസും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ലയോഫോബിക്കിൽ വളരെ വീക്കാണ്. ലയോഫിലിക് റിവേഴ്സിബിൾ ആണ്, ലയോഫോബിക് റിവേഴ്സിബിൾ ആണ്. ലയോഫിലിക്കിൽ പാർട്ടിക്കിൾസ് ആർ ഈസിലി സോൾവേറ്റഡ്, ലയോഫോബിക്കിൽ വീക്ക്ലി സോൾവേറ്റഡ്. ലയോഫിലിക്കിന്റെ കേസിൽ പാർട്ടിക്കിൾസ് കനോട്ട് ബി റെഡിലി ഡിറ്റക്റ്റഡ് ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ്, ലയോഫോബിക്കിൽ ഈസിലി ഡിറ്റക്റ്റഡ് ഇൻ അൾട്രാ മൈക്രോസ്കോപ്പ്. ലയോഫിലിക്കിൽ സർഫസ് ടെൻഷൻ ഈസ് ജനറലി ലോവർ ദാൻ ഡിസ്പേർഷൻ മീഡിയം, ലയോഫോബിക്കിൽ സർഫസ് ടെൻഷൻ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം, അല്ലേ. ലയോഫിലിക്കിന്റെ കേസിൽ വിസ്കോസിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് മീഡിയം, ഇവിടെ വിസ്കോസിറ്റി ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ലയോഫിലിക്കിന്റെ കേസിൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഹാവ് ലിറ്റിൽ എഫക്ട് ബട്ട് ലാർജ് എമൗണ്ട് മേ കോസ് സോൾട്ടിങ് ഔട്ട്. എന്നാൽ ലയോഫോബിക്കിലോ അത് ഓൾറെഡി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് മേ കോസ് പ്രസിപ്പിറ്റേഷൻ. കുറഞ്ഞ അളവ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ബേസിൽ കൊളോയിഡിനെ രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തത് ലയോഫിലിക് സോൾ, രണ്ടാമത്തത് ലയോഫോബിക് സോൾ, അല്ലെ. എന്താണ് ലയോഫിലിക് സോൾ അല്ലെങ്കിൽ ലയോഫിലിക് കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ അതിനെ ലയോഫിലിക് കൊളോയിഡ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർ സൊല്യൂഷൻ. എന്നാൽ ലയോഫോബിക് കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ ലയോഫോബിക് സോൾ എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് മെറ്റൽ സോൾസ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു തരം ക്ലാസിഫിക്കേഷൻ, അതായത് പാർട്ടിക്കിൾ സൈസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.